ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അണുബോംബിന്റെ പ്രസരണത്തിൽ നിന്നും 4 ജെസ്യൂട്ട് വൈദികരെ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി സംരക്ഷിച്ച് രക്ഷിച്ച സംഭവമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലും ജപമാല ഭക്തിയിലും കൂടുതൽ ആഴപ്പെട്ട് വളരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഈ 4 ജെസ്യൂട്ട് വൈദികർ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയത്തിലെ റെക്ടറിലായിരുന്നു താമസിച്ചിരുന്നത്. ചർച്ച് കലണ്ടർ പ്രകാരം പുതിയ നിയമത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് മുമ്പിൽ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അനുസ്മരണ ദിനമായിരുന്നു അന്ന്. രാവിലെയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രാതലിനൊരുങ്ങുകയായിരുന്നു ജെസ്യൂട്ട് വൈദികനായ ഷിഫർ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയങ്ങൾക്കൊപ്പം ആ വൈദികൻ വായുവിലേക്ക് എടുത്തെറിയപ്പെട്ടു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ അവരുടെ കെട്ടിടമൊഴിച്ച്, അതായത് ഈ 4 വൈദികർ താമസിച്ചിരുന്ന ആ ഒരു ബിൽഡിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ശ്മശാന ഭൂമി കണക്കെ തകർന്ന് തരിപ്പണമായതാണ് കണ്ടത്. വൈദികർ താമസിച്ചിരുന്നിടത്തു നിന്നും 10 ഇരട്ടി മൈൽ അകലെ വസിച്ചിരുന്നവർ പോലും തൽക്ഷണം മരണമടഞ്ഞു. എന്നിട്ടും ആക്രമണത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും കഷ്ടിച്ച് 1 മൈൽ മാത്രം അകലത്തായ ജെസ്യൂട്ട് വൈദികർ അണുപ്രസരണത്തിൻ്റെ ഒരു തരി പോലും തീണ്ടാതെ സുരക്ഷിതരായി നിലകൊണ്ടു. പൊട്ടിയ ജനാല ചില്ലിൽ നിന്നുമേറ്റ മുറിവൊഴിച്ചാൽ അദ്ദേഹം സുരക്ഷിതനായിരുന്നു. ലോകത്തെ നടുക്കിയ ഹിരോഷിമ ദുരന്തത്തിൻ്റെ വാർഷികാചരണ വേളയിൽ മാരകമായ അണുപ്രസരണത്തിൽ നിന്നും തങ്ങളെ കാത്തുപരിപാലിച്ച ജപമാലയുടെ ശക്തി വിവരിക്കുകയായിരുന്നു ആ 4 ജെസ്യൂട്ട് വൈദികർ. ആക്രമണത്തെ തുടർന്നുള്ള മാസങ്ങളിൽ അനേകായിരങ്ങൾ അണുപ്രസരണത്തിൻ്റെ ഇരകളായി. അകാലത്തിലുള്ള മരണവും ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ ഡോക്ടർമാരുടെ നിഗമനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വൈദികർ അതിജീവിച്ചത് മരണത്തെ മാത്രമല്ല, അണുപ്രസരണത്തിൻ്റെ മാരക വിപത്തുകളെ കൂടിയാണ്. പ്രഗത്ഭരായ പല ഡോക്ടർമാരും വർഷങ്ങളോളം നീണ്ട പഠനത്തിന് വൈദികരെ വിധേയമാക്കി. ശാസ്ത്രത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മാരക പ്രഹരശേഷിയുള്ള ആറ്റം ബോംബിൽ നിന്നും പിന്നീടുള്ള വിപത്തുകളിൽ നിന്നും അനായാസം വിജയം കൈവരിച്ച ഈ ജെസ്യൂട്ട് വൈദികർ തങ്ങളുടെ അതിജീവനത്തിന് സഹായകമായ അത്ഭുത രഹസ്യം ഫാത്തിമയിലെ സന്ദേശമാണെന്ന് പ്രഖ്യാപിക്കുന്നു. റെക്ടറിയിൽ എല്ലാ ദിവസവും അവർ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഓരോ ജപമണിയിൽ അടങ്ങിയിരുന്ന അമ്മയുടെ സ്നേഹവായ്പും അപ്പൻ്റെ കരുതലും ആവോളം അവർ അനുഭവിച്ചു. നിരന്തരമുള്ള ജപമാല പ്രാർത്ഥനകളാണ് തങ്ങളെ ഈ വലിയ ആപത്തിൽ നിന്ന് സംരക്ഷിച്ചതെന്ന് ഈ വൈദികർ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥന നമുക്ക് ചുറ്റും തീർക്കുന്ന സംരക്ഷണ വലയം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രാർത്ഥനകൾ നിങ്ങൾ മുടക്കം വരുത്തിയാലും ജപമാല പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കായി പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിനും വന്ധ്യനായ അലാൻസിനും നൽകിയ വാഗ്ദാനങ്ങൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമ്മ പറയുകയാണ്, ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർ പ്രത്യേക തരത്തിലുള്ള വരങ്ങൾക്ക് അർഹരാകും. നരകത്തിനെതിരായുള്ള ഒരു ശക്തിയേറിയ പരിചയായിരിക്കും ജപമാല. അത് തിന്മകളെ ഉന്മൂലനം ചെയ്യുകയും പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ഛിദ്രങ്ങൾ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. സുഹൃതങ്ങളും സൽപ്രവൃത്തികളും തഴച്ചു വളരുവാൻ അത് സഹായിക്കുന്നു. ഹൃദയത്തിൽ നിന്നും ലൗകികത പിഴുതുമാറ്റി അവിടെ ദൈവസ്നേഹം പ്രതിഷ്ഠിക്കുന്നു. ജപമാലയിലൂടെ എന്നിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഭക്തിപൂർവം രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ദൗർഭാഗ്യമോ ദുർമരണമോ സംഭവിക്കുകയില്ല. പാപികൾ മാനസാന്തരപ്പെടും.
നല്ലവർ സുകൃതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച് നിത്യജീവൻ നേടും. ജപമാലയോട് ഭക്തിയുള്ളവർ അന്ത്യകർമ്മങ്ങൾ സ്വീകരിക്കാതെയോ പാപത്തിലോ മരിക്കുകയില്ല. ജപമാല ചൊല്ലുന്നവർ ജീവിതകാലത്തും മരണനേരത്തും ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദവരത്തിൻ്റെ പൂർണ്ണതയും കാണും. പരിശുദ്ധന്മാരുടെ യോഗ്യതയിൽ പങ്കാളികളാവുകയും ചെയ്യും. ജപമാല ഭക്തരെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ മോചിപ്പിക്കും. അവർ സ്വർഗത്തിൽ അനന്തമായ സന്തോഷം അനുഭവിക്കും. ജപമാലയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ മുഖാന്തരം എല്ലാ ആവശ്യങ്ങളും സഹായവും ലഭിക്കും. ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് ഞാൻ മുഖാന്തരം എല്ലാ ആവശ്യങ്ങളും സഹായവും ലഭിക്കും. ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ വിശുദ്ധന്മാരെ സഹോദരരായി ലഭിക്കുമെന്ന് എൻ്റെ പുത്രനിൽ നിന്ന് എനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ ജപമാല ചൊല്ലുന്നവർ എൻ്റെ വത്സല പുത്രരും കർത്താവിൻ്റെ സഹോദരരുമായിരിക്കും. ജപമാല ഭക്തി നിത്യരക്ഷയുടെ അച്ചാരമായിരിക്കും. വിശുദ്ധ ഡൊമിനിക്കിനും വന്ധ്യനായ അലാൻസിനും പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയ വാഗ്ദാനങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ട 15 വാഗ്ദാനങ്ങൾ. ഭക്തിപൂർവം മുടക്കം കൂടാതെ ജപമാല ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഈ സമയം തന്നെ ഒരു തീരുമാനമെടുക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ മാതാവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹവും കൃപയും കൊടുത്ത് എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ടു വളർന്നു വരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.